ഹായ് ഓൾ, ചാർട്ട് വിത്ത് TSP എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ടെലിഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിലുള്ള SL അടിച്ചിട്ട് ബാക്കിയുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. ചാർട്ടിലോട്ട് പോവാം. നമ്മൾ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തു. ഹെവി ക്വാണ്ടിറ്റി ഒന്നല്ല, ജസ്റ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി വഴി നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഇതിൻ്റെ അടിയിലായിരുന്നു നമ്മൾ SL വെച്ചിരുന്നത്. അപ്പോൾ കറക്റ്റ് അത് SL എടുത്തു. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അത് എത്ര മണിക്കാണ്? 11:04 തന്നെ സംഭവിച്ചു. അതിനുശേഷം മാർക്കറ്റ് തിരിഞ്ഞു. ഒരു വലിയൊരു ക്യാൻഡിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോകുന്നുള്ള രീതിയിൽ ഒറ്റ 1 മിനിറ്റിൻ്റെ വലിയൊരു ക്യാൻഡിൽ പ്രൊവൈഡ് ചെയ്തു. മീൻസ് നല്ല രീതിയിലുള്ള ഒരു ക്യാൻഡിൽ വന്ന് ഇവിടുത്തെ SLും മീൻസ് ഇപ്പോൾ റീറ്റെയിൽസൊക്കെ ആണെങ്കിൽ അവർ നോക്കും, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഇവിടുന്ന് എൻട്രി ചെയ്തിട്ട് അവർ SL ഇവിടെ ആയിരിക്കും. റീറ്റെയിൽസിൻ്റെ SL ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറി നമുക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റ് വഴി നമുക്ക് മനസ്സിലായി ഈ റീറ്റെയിൽസിൻ്റെ എന്തായാലും SL എടുത്തു. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് നമ്മൾ തിരിച്ചൊരു ട്രേഡ് എടുത്തായിരുന്നു. നേരത്തെ SL അടിച്ചതിൻ്റെ ആ ഒരു ലോ വരെ നമ്മൾ ഈ ട്രേഡിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ളൂ. അത് കറക്റ്റ് എത്ര മണിക്കാണ്? അതാ 11:27 ആയപ്പോഴേ അത് അതിൻ്റെ ടാർഗറ്റ് തന്നായിരുന്നു. ഇന്നത്തെ ട്രേഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെടുത്തു, നിഫ്റ്റിയിലും എടുത്തു. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു SL, ചെറിയൊരു SL, പിന്നെ ഇവിടെ ഒരു ടാർഗറ്റ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ എടുത്തിട്ടില്ല. പിന്നെ നിഫ്റ്റിയിൽ നമ്മൾ വരച്ച് പോയായിരുന്നു. ട്രെൻഡ് കണ്ടിന്യൂഷൻ മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടീം മെമ്പർ എടുത്തു, വേറൊരു ടീം മെമ്പർ എടുത്തു. പുള്ളിക്കാരൻ നമ്മളിത് പറഞ്ഞായിരുന്നു. ഇതൊരു ICT പ്രകാരമുള്ള ഒരു ചെറിയൊരു എൻട്രിയാണ്. ടാർഗറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുമ്മാ വരച്ച് വെച്ചതൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റീപ്ലേ ആയിട്ട് ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് പ്ലേ ചെയ്യണമായിരിക്കും. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ICT പ്രകാരമുള്ള ചെറിയൊരു എൻട്രി ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു ചെറിയൊരു പോയിന്റിൽ തന്നെ ഈ ടാർഗറ്റ് 1ൻ്റെ ചെറിയൊരു പോയിന്റ് തന്നെ വന്ന് തിരിഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തായിരുന്നു. ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാൻ ആ വീഡിയോയിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ആ ഒരു ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ. കാരണം മാർക്കറ്റ് നമ്മൾ ഒരു ട്രെൻഡി ഡേ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച്, എസ്പെഷ്യലി ഈ ഒരു ICT മാത്രമേ കൺഫർമേഷൻ തന്നുള്ളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ടാർഗറ്റ് വളരെ ചെറുതും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ വെച്ചു. എന്നിട്ട് ടാർഗറ്റ് 1 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വെച്ചു. ബട്ട് ചെറിയൊരു പോയിന്റിൽ വ്യത്യാസത്തിൽ അത് തിരിയണ കണ്ടപ്പോഴന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. 1:2. മറ്റേ ട്രേഡും 1:2.8 സംതിങ്, ഇത് 1:2.12 സംതിങ്. ഓക്കെ, ഞാനെടുത്ത ട്രേഡ് അവിടെ 3 ട്രേഡാണ്. ഒരെണ്ണം SL അടിച്ചു, 3 ബാക്കി 2 ടാർഗറ്റ് തന്നു. ഇനി 50 മിനിറ്റിൽ ട്രേഡയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ വരച്ച് വയ്ക്കാം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. വാല്യൂ എന്ന് പറയണത് 19,542 19,491 അതൊരു സ്പെഷ്യൽ ഓർഡർ ബ്ലോക്കാണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ബ്ലോക്കാണെന്ന് തോന്നത്തില്ല. ഇതൊരു റിഫൈൻഡ് ഓർഡർ ബ്ലോക്കാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 19,351 19,315 യെസ്, 1 മിനിറ്റിൽ ഇതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിടപ്പുണ്ട്. 1 മിനിറ്റിലുള്ള ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 19,539 19,532 യെസ്, ഇതൊരു റിഫൈൻഡ് ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു റിഫൈൻഡ് ഓർഡർ ബ്ലോക്കാണ് അത്. അപ്പോൾ ഈ ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19,521 19,514 മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഒരു സുഹൃത്ത് ഒരു കമൻ്റ് ഇട്ട് ഇങ്ങനെ കണ്ടു, ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ച് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ബട്ട് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഫേക്ക് മീൻസ് നമ്മൾ ഈ റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിക്കേറ്ററും, ഞാൻ ഇത് ഫുള്ള് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് ഒരിക്കലും ഒരിടത്തും കിട്ടത്തില്ല. മാനുവലായിട്ട് തന്നെ വരച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പം ഈ ഇൻഡിക്കേറ്റർ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക ഹാൻഡിലാണ് അവർ ഓർഡർ ബ്ലോക്കായിട്ട് കാണിച്ചു തരണം ഇൻഡിക്കേറ്റർ. അപ്പം ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് കാണിക്കുന്ന ഓർഡർ ബ്ലോക്കൊന്നും കണ്ടോ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട, ഇതാണ് ഓർഡർ ബ്ലോക്ക് അല്ല, അത് ഒരിക്കലും ഓർഡർ ബ്ലോക്ക് അല്ല. പിന്നെ നമ്മൾ റിഫൈൻഡ് ഓർഡർ ബ്ലോക്കാണ് പിന്നെ അതിനുശേഷം വരച്ചിങ്ങനെ. അതേപോലെ അല്ലാണ്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അത് ഈ ഇൻഡിക്കേറ്ററിൽ ഒന്നും കാണിക്കുന്നില്ല. ഇത് ഓർഡർ ബ്ലോക്ക് എന്നാണ് പറയണത്, പക്ഷേ ഇതൊരിക്കലും ഓർഡർ ബ്ലോക്ക് അല്ല. ഇവിടെയും ഓർഡർ ബ്ലോക്ക് എന്നാണ് പറയണത്, അല്ല, ഇവിടെയൊക്കെ ഒന്നും അല്ല. ഇത് മാത്രമേ ഉള്ളൂ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് വരച്ചു തന്നത്.
അതേപോലെ തന്നെ ബിയോസ് വരയ്ക്കുന്നതും ഈ ഇൻഡിക്കേറ്ററിന് തന്നെ ബിയോസ് ഉണ്ട്. ബിയോസ് വരയ്ക്കുന്നതും തെറ്റായിട്ടാണ് ചില സമയത്ത് കാണിക്കുന്നത്. ഇത് കറക്റ്റാണ്, ഈ ബിയോസും കറക്റ്റാണ്, ഈ ബിയോസും കറക്റ്റാണ്. ഈ ബിയോസ് കറക്റ്റ് അല്ല, ഇത് ഒരു ബിയോസേ അല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇൻഡിക്കേറ്റർ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത്. ഇന്നലെ ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഇട്ട് കാണിച്ചു തന്നെ. അതൊരിക്കലും പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് കറക്റ്റ് ഒരു ഓർഡർ ബ്ലോക്കാണ്. 1934 1934 ആണ്. അപ്പം നിഫ്റ്റിയിൽ ഇതൊക്കെയാണ് മെയിൻ സോൺസ്. അപ്പം നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവാം. ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റിൽ ഇപ്പം റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 43147 43066 ആണ്. അപ്പം പ്രസൻ്റ്ലി ഈ ഒരു ചാർട്ടിൽ ഇന്നത്തെ ഒരു ചാർട്ടിൽ 15 മിനിറ്റിൽ ഒറ്റ റിഫൈൻഡ് ഓർഡർ ബ്ലോക്കേ ഉള്ളൂ. നമുക്കിനി 1 മിനിറ്റിൽ നോക്കാം. റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു 1 മിനിറ്റിൻ്റെ സോണ് 43324 43275 ആണ്. അപ്പം 1 മിനിറ്റിൽ മെയിനായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മിനിറ്റിലുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും പിന്നെ 15 മിനിറ്റിൽ ഈ ഒരു ഏരിയ മാത്രമാണ്. ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മിനിറ്റിലുണ്ട്. ബട്ട് ഈ ഒരു ഏരിയ മാത്രമാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പോൺസ് ചെയ്യുന്ന ഏരിയ ഇതായിരിക്കും. അപ്പോൾ മാർക്കറ്റ് നാളെ എങ്ങനെയാണ് എവിടെയെങ്കിലും ഓപ്പൺ ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇവിടെ വരെയാണെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ വീഡിയോ റീപ്ലേ ചെയ്യാം.